നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ പല കാര്യങ്ങളും ടൈപ്പ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ആരോടെങ്കിലും നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട്, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസുകൾ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ നമ്മൾ ടൈപ്പ് ചെയ്യാറുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കീബോർഡിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ കീബോർഡിനകത്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഒരു സ്ഥലത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോൺ എടുത്തൊന്ന് പരിശോധിച്ചാൽ അതിനകത്തുള്ള മുഴുവൻ ഡാറ്റയും അവർ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ രഹസ്യമായിട്ട് ആരോടെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാറ്റ് മെസ്സേജുകളൊക്കെ ക്ലിയർ ചാറ്റ് അടിച്ച് കളയും. പക്ഷേ ഈ പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ചാറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാകും. നമ്മുടെ ഫോണിനകത്ത് അങ്ങനെ ഒരു സൗകര്യം സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ മനസ്സിലാക്കുകയും ചെയ്യാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അപ്പോൾ എന്താണ് ആ ഫീച്ചർ നോക്കാം. നമ്മളൊക്കെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ചാറ്റ് ചെയ്യുമ്പോൾ സാധാരണ കീബോർഡിനകത്ത് ഒരു കാര്യവും സേവ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഞാൻ പരിചയപ്പെടുന്നത് ഇവിടെ ചെറിയൊരു ആപ്പാണ്. ഈ ആപ്പ് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ ആപ്പിനെ കുറിച്ച് സാധാരണ പരിചയപ്പെടുത്താറില്ല. ആവശ്യമാണെന്ന് തോന്നുന്ന ആപ്പ് നമ്മൾ പരിചയപ്പെടുത്താറുണ്ട്. അത്തരത്തിലൊരു ആപ്പാണിത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ആവശ്യമാണെങ്കിൽ ദുരുപയോഗം ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. ആപ്പ് ഇതാണ്. ആപ്പ് ഏതാണെന്ന് ഞാൻ പ്ലേ സ്റ്റോറിൽ കാണിച്ചു തരാം. അവസാനം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇത് നമ്മൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഒന്ന് രണ്ട് പെർമിഷൻസ് കൊടുക്കാനുണ്ട്. ഇവിടെ എല്ലാം അക്സെപ്റ്റ് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ പെർമിഷൻസ് ഒക്കെ ഒന്ന് കൊടുക്കുക. ആപ്പിന്റെ പേരിലുള്ള പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദാ ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്താലും ഫേസ്ബുക്കിലാണെങ്കിലും ഏതിലാണോ നിങ്ങൾ ടൈപ്പ് ചെയ്തത് അതുവരെ കാണിച്ചു തരും. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് വാട്സപ്പിനകത്ത് ഒരു അക്കൗണ്ട് എടുത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് കീവേഡുകൾ ടൈപ്പ് ചെയ്യാണ്, കുറച്ച് അക്ഷരങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്യാണ്. ഞാൻ സെൻഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കീബോർഡിനകത്ത് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ വാട്സപ്പിൽ ആർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി സെൻഡ് ചെയ്ത് കൊടുത്താലും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെൻഡ് ചെയ്യാതെ ഞാൻ ടൈപ്പ് ചെയ്തത്. ഇനി വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് കാണിക്കാം. ഒന്ന് ഞാൻ സെൻഡ് ചെയ്തു. രണ്ടാമത്തെ വെറുതെ ഞാൻ കീബോർഡ് ടൈപ്പ് ചെയ്യാണ്. ജസ്റ്റ് രണ്ടാമത്തെ ഞാൻ സെൻഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ആപ്പിനകത്തേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കീബോർഡിനകത്ത് നമ്മൾ എന്ത് ടൈപ്പ് ചെയ്തു എവിടെ കാണാൻ സാധിക്കും, എന്തൊക്കെ ടൈപ്പ് ചെയ്തെന്ന് കാണാൻ സാധിക്കും. ഒന്നാമത്തെ ലൈൻ നമ്മൾ ഇവിടെ സെൻഡ് ചെയ്തതാണ്. രണ്ടാമത്തെ ലൈൻ നമ്മളത് സെൻഡ് ചെയ്യാത്തതാണ്. കീബോർഡിനകത്ത് എന്ത് ടൈപ്പ് ചെയ്താലും അത് വാട്സപ്പിലാണെങ്കിൽ വാട്സപ്പിലാണെന്ന് കാണിച്ചു തരും, ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെന്ന് കാണിച്ചു തരും. വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഇത് പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യരുത്. നിങ്ങളുടെ ഫോണിൽ ഇത്തരത്തിൽ ആപ്പുകൾ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്ത് നോക്കുക. ആപ്പിന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്ട്രൈക്ക് വരും. നേരത്തെ അത്തരത്തിലൊരു സ്ട്രൈക്ക് വന്നതാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അതുപോലെ കാണാൻ സാധിക്കും. ആ ഒരു ആപ്പ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് ആപ്പ്. ഈ ഒരു ആപ്പാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.